വിഷുത്തലേന്നാണ് കേട്ടോ എല്ലാ സാധനങ്ങളും മേടിക്കാൻ പോകുന്നത്. അതും വൈകുന്നേരം എൻ്റെ ജോലി കഴിഞ്ഞിട്ട്. ജോലി ഉള്ളതുകൊണ്ട് മാത്രമല്ല, വിഷു ആയത് തോന്നുന്നേ ഇല്ല. പണ്ടൊക്കെ വിഷു ആയാൽ പച്ചക്കറി മേടിക്കാനും പഴങ്ങൾ മേടിക്കാനും കണിക്കൊന്ന പൊട്ടിക്കാനും എന്താ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നത്. കണി ഒരുക്കണ്ടേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയണ ആൾക്ക് വിഷുവിൻ്റെ തലേന്ന് എന്തൊക്കെയോ മേടിക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് കേട്ടോ കടയിൽ പോകുന്നത്. പിന്നെയാണ് ഇൻസ്റ്റ തുറന്നപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പറയുന്നത്. എന്തോ പ്രായമായിട്ടാണോ ഇനി അതോ തള്ളവയ്പ്പ് കയറിയതാണോ എന്താണെന്നറിയില്ല കേട്ടോ. പിന്നെ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ഇടയിൽ മല്ലിയിലയും കൂടി മറന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും മേടിച്ച് പഴവും വെറ്റിലയും വിഷുക്കണിക്ക് ഇതൊക്കെ വേണ്ടേ, ഓരോന്നും ഓരോ സ്ഥലത്താണ് കേട്ടോ. എല്ലാം പിന്നെ ഒറ്റപ്പാലത്ത് നമ്മുടെ അടുത്തുള്ളത് കൊണ്ട് നമുക്ക് ഓരോന്നും തൊട്ട കടയിൽ നിന്ന് മേടിക്കാം കേട്ടോ. പിന്നെ റോയൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു കടയുടെ മുന്നിൽ ഒരു കുഞ്ഞു കട ഉണ്ട് കേട്ടോ, കുറേ കാലമായിട്ടുള്ള. അവിടെ നിന്ന് ഫ്രൂട്ട്സ് മേടിച്ചാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അതും പോയിട്ട് 1-2 ഓറഞ്ച്, ആപ്പിള്, എന്താല്ലേ ഫ്രൂട്ട്സിൻ്റെ വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടിയിട്ടു. നേരെ പോയത് ഞാൻ റോയലിലേക്കാണ് കേട്ടോ. റോയലിൽ സെയിൽസിലും പോയി, പിന്നെ ഹൈപ്പറിലോട്ടും പോയി. ഹൈപ്പറിൽ പോയത് ഞാൻ ഇവനെ പിടിക്കാനായിരുന്നു കേട്ടോ. സൂരജ് പാലട, ഇവനില്ലാതെ എന്ത് പാലട പ്രഥമനല്ലേ. അപ്പോൾ സൂരജിൻ്റെ അതും ബ്രൗൺ കളർ കേട്ടോ, മട്ടയുടെ അരി എന്നാണ് പറയുക. ഇത് വെള്ള അടയുണ്ട്. എനിക്ക് ഈ മട്ടയുടെ അരി കൊണ്ട് പാലട വെച്ചാൽ ഇഷ്ടം. കാരണം കല്യാണങ്ങൾക്കൊക്കെ പോയ ആ ഒരു അടപ്രഥമനല്ലേ നമ്മൾ കഴിക്കാറ് പാലട. അപ്പോൾ അത് മേടിച്ച് ബില്ലിങ്ങിലേക്ക് നിന്നുട്ടാ. ഹൈപ്പറിലാണെങ്കിലോ ഒരു സാധനം മേടിച്ചാലും നല്ല തിരക്കാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിന് ഞാൻ ഒരുപാട് ക്യൂ നിന്നിട്ട് സാധനമൊക്കെ മേടിച്ച് ഡിക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഞാൻ വീടെത്തിയപ്പോൾ വീണ്ടും 2 സാധനം മറന്നു. ഇനി അത് മേടിക്കാൻ ഇനി വീണ്ടും പോകണം ഗൈസ്. അപ്പോൾ എൻ്റെ വിഷുപ്പാച്ചിൽ ഇങ്ങനെയാണ്. നിങ്ങളുടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബായ്.